ഇവിടെ പ്രേക്ഷകരെ സ്വർണം അടുത്തൊന്നും നിൽക്കുന്ന ഒരു ലക്ഷണവുമില്ല. ഞാൻ പറയാൻ വന്നത് സ്വർണത്തിൻ്റെ വിലക്കയറ്റം അത് അടുത്തൊന്നും നിൽക്കുന്ന ഒരു സൂചനയില്ല. കാരണം ലക്ഷം തൊട്ട സ്വർണ്ണവില അതേ വീണ്ടും ഉയരുകയാണ്. ഇന്നും പവന് കൂടി 280 രൂപ. അങ്ങനെ സ്വർണ്ണവില 1,08,880 ഉയർന്നിട്ടുണ്ട്. സൈഫുനീസ അലിയാർ വിവരങ്ങളുമായിട്ടുണ്ട്. സൈഫു, പ്രത്യേകിച്ച് പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല. ഈ സ്വർണം പോയി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിൽക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. സേതു, വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 1 ലക്ഷം കടക്കുമോ എന്നുള്ള ആശങ്ക വേണ്ടല്ലോ. 1 ലക്ഷം കടന്നു, ഇനി 2 ലക്ഷം കടക്കുമോ എന്നുള്ള ചർച്ചകളാണ് ഇനിയുള്ള ദിവസങ്ങൾ വേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആ രീതിയിലാണ് സ്വർണത്തിൻ്റെ പോക്ക്. 1,02,000 അടുക്കാൻ പോവുകയാണ് സ്വർണ്ണവില. 1,880 രൂപയിലേക്ക് 1,880 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു. ഇന്ന് മാത്രം 280 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഗ്രാമിന് 35 രൂപയും കൂടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നുമായി മാത്രം സ്വർണ്ണത്തിന് കൂടിയിരിക്കുന്നത് 2,000 രൂപയിലേറെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മിനിഞ്ഞാന്ന് സ്വർണ്ണവില 1 ലക്ഷം കടക്കാനായി ഏകദേശം 100-150 രൂപയോളം ഉള്ള സമയത്താണ് ഇന്നലെ 1,700 രൂപയ്ക്ക് മുകളിൽ സ്വർണ്ണവില പവന് കൂടുന്നത്. അങ്ങനെയാണ് ഇന്നലെ 1 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നത്. സ്വർണം വാങ്ങാനെത്തുന്നവർക്കൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചവരുടെ സന്തോഷകരമായ വാർത്തയുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് ഇത്തവണയും ഉള്ളത്. സ്വർണ്ണവില ഇനിയും കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, പണ്ട് സ്വർണത്തിന് ഒരു 6 വർഷം മുമ്പേ 25,000 രൂപയായിരുന്നു. ആ 25,000-ൽ നിന്നാണ് 75,000 രൂപയോളം കൂടി ഇപ്പോൾ ഈ സ്വർണ്ണവില ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത. ചെറിയ ചില ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഓക്കെ സേഫു, ശരി.